ഹായ് എവറി വൺ, വെൽക്കം ടു സിയൻ സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയമെൻഷൻസ് ഓഫ് കളേഴ്സ് ആണ്. ഡയമെൻഷൻസ് ഓഫ് കളേഴ്സ് എന്നാൽ ഒരു കളറിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത വശങ്ങൾ, ദി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കളർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കളർ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിലെ ഒരു എലമെൻ്റ് ആണ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ട അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ബേസിക് ഫാക്ടറാണ് കളർ എന്ന് പറയുന്നത്. കളർ പോലെ തന്നെ ലൈൻ, ഫോം, ഷേപ്പ്, ലൈറ്റ്, ടെക്സ്ചർ ഇവയെല്ലാം എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിലെ എലമെൻ്റ് ആണ്. എന്നാൽ കളറിനെ ദി ലൈഫ് ഗീവിംഗ് എലമെൻ്റ് ഓഫ് ഡിസൈൻ, അതായത് ഒരു രൂപകൽപ്പനയ്ക്ക് ജീവൻ നൽകുന്ന ഘടകം എന്ന് പറയുന്നു. കാരണം ഒരു ഡിസൈനിൽ നമ്മെ ഏറ്റവും ആദ്യം ആകർഷിക്കുന്നത് അതിൻ്റെ നിറമായിരിക്കും. നിറങ്ങളുടെ ഉറവിടം, ഒറിജിൻ ഓഫ് കളർ എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ അവിഭാജ്യ ഘടകം, അതായത് പ്രകൃതിയിൽ നിന്ന് വിഭജിക്കാൻ സാധിക്കാത്ത, മാറ്റി നിർത്താൻ, സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഘടകമാണ് കളർ എന്ന് പറയുന്നത്. ഒരു വസ്ത്രം നാം തിരഞ്ഞെടുക്കുമ്പോൾ അതിലാദ്യം നമ്മെ ആകർഷിക്കുന്നത് അതിൻ്റെ നിറമാണ്. നിറങ്ങൾക്ക് ഊർജ്ജസ്വലരാക്കാൻ, ഉത്സാഹം നൽകാൻ, അതായത് ചിയർഫുൾ ആൻഡ് ഹാപ്പി ആക്കാൻ സാധിക്കും. നിറങ്ങൾക്ക് നമ്മുടെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഫീലിങ്സ് അല്ലെങ്കിൽ വികാരങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് വോമൻ കൂൾ കളേഴ്സിൻ്റെ വീഡിയോയിൽ നാം കണ്ടിരുന്നു. കളർ എന്ന് പറയുന്നത് ഒരു ഡിസൈനറിനെ സംബന്ധിച്ച് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് ടൂളാണ്. അതുകൊണ്ട് തന്നെ ഫാഷൻ ഇല്ലുസ്ട്രേഷനിൽ ഒരു ഡിസൈൻ വരയ്ക്കുമ്പോൾ നിറങ്ങളുടെ സംയോജനത്തെ പറ്റി, അതായത് കളർ കോമ്പിനേഷൻസിനെ പറ്റി ശരിയായ അറിവ് ഒരു ഡിസൈനറിന് ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വസ്ത്രം ഡിസൈൻ ചെയ്യുമ്പോൾ അത് വ്യക്തിയുടെ ഫിഗർ, ഹെയർ ആൻഡ് സ്കിൻ കളർ, പിന്നെ ഏത് സീസണാണ്, അതായത് വിൻ്റർ സീസൺ ആണോ സമ്മർ സീസൺ ആണോ, അതുപോലെ തന്നെ ഏത് ഒക്കേഷനാണ്, അതായത് ഏത് സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ്, ഏത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം വസ്ത്രത്തിൻ്റെ നിറം തിരഞ്ഞെടുക്കേണ്ടത്. ഓരോ ഫാഷൻ സീസണിലും ഫാഷൻ ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ നിറങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷവും ഒരു നിറത്തെ കളർ ഓഫ് ദി ഇയർ, അതായത് ആ വർഷത്തെ നിറം എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാറുണ്ട്. ഇതിന് പാൻറ്റോൺ കളർ ഓഫ് ദി ഇയർ എന്നാണ് പറയുന്നത്. പീച്ച് ഫസ് എന്ന് പറയുന്ന നിറമാണ് പാൻറ്റോൺ കളർ ഓഫ് ദി ഇയർ 2024. അതുപോലെ തന്നെ പാൻറ്റോൺ നമ്പേഴ്സ് ഉണ്ട്. ഇത് കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കളേഴ്സിന് കൊടുക്കുന്ന ഒരു നമ്പറാണ്. ഇതിൽ ഓരോ കളേഴ്സിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെവിടെ പോയാലും ആ നമ്പറിലുള്ള നിറം ഒരു ചെറിയ അളവിൽ പോലും വ്യത്യാസം വരാതെ സെയിം നിറമായിരിക്കും. ഇനി നമുക്ക് ഡയമെൻഷൻസ് ഓഫ് കളേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയമെൻഷൻസ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് ഒരു നിറത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത ഭാവത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു നിറത്തിൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ചാണ്. അത് ഹ്യൂ, ഇൻറ്റൻസിറ്റി, വാല്യൂ എന്നിവയാണ് 3 വ്യത്യസ്ത ഭാവങ്ങൾ അല്ലെങ്കിൽ 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഹ്യൂ എന്ന് പറയുന്നത് കളറിന് പറയുന്ന മറ്റൊരു പേരാണ്. അതായത് നിറങ്ങൾ അല്ലെങ്കിൽ കളറിന് പറയുന്ന മറ്റൊരു പേരാണ് ഹ്യൂ അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ ഹ്യൂവിൽ നിങ്ങൾക്ക് എല്ലാ നിറങ്ങളെയും കാണാൻ സാധിക്കും. ഇനി അടുത്തതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റിക്ക് പറയുന്ന മറ്റു പേരുകളാണ് ക്രോമ അല്ലെങ്കിൽ സാച്ചുറേഷൻ. തീവ്രത എന്നതാണ് ഇൻറ്റൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നിറത്തിൻ്റെ ബ്രൈറ്റ്നസ് ഓർ ഡൾനെസ്, ഒരു നിറത്തിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ മങ്ങിയ ഭാവം, ഇതാണ് ഇൻറ്റൻസിറ്റി. ഇവിടെ ഈ ചിത്രത്തിൽ റെഡ് കളറിനെ അതിൻ്റെ ഏറ്റവും ഉയർന്ന തീവ്രതയിൽ ഇവിടെയും ഏറ്റവും കുറഞ്ഞ തീവ്രതയിൽ ഇവിടെയും കാണാൻ സാധിക്കും. ഒരു നിറത്തിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കളർ മിക്സ് ചെയ്യുമ്പോൾ ആ നിറത്തിൻ്റെ തീവ്രത കുറയുന്നു. അതിനാലാണ് ഇവിടെ റെഡ് കളറിൻ്റെ മാക്സിമം തീവ്രത കാണിക്കാൻ 100% എന്നും റെഡ് കളറിലോട്ട് ഗ്രേ കളർ ആഡ് ചെയ്യും തോറും തീവ്രത കുറഞ്ഞ് തീവ്രത ഇല്ല എന്ന് കാണിക്കാൻ 0%ഉം കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തതാണ് വാല്യൂ. വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യം എന്നാണ് അർത്ഥം. ഒരു നിറത്തിൻ്റെ ലൈറ്റ്നസ് ഓർ ഡാർക്ക്നെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു നിറത്തിൽ വൈറ്റ് കളർ ചേർക്കും തോറും അതിൻ്റെ വാല്യൂ കൂടുന്നു, മൂല്യം കൂടുന്നു. ഒരു നിറത്തിലേക്ക് ബ്ലാക്ക് കളർ ചേർക്കും തോറും അതിൻ്റെ വാല്യൂ കുറയുന്നു. ഇവിടെ ഈ വാല്യൂ സ്കെയിലിൽ ബ്ലാക്ക് തൊട്ട് വൈറ്റ് വരെയുള്ള നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളറിൻ്റെ വാല്യൂ 100% ആയും ബ്ലാക്ക് കളറിൻ്റെ വാല്യൂ 0% ആയും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഹ്യൂ അല്ലെങ്കിൽ വർണ്ണം എന്താണെന്ന് നോക്കാം. ഹ്യൂ അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയുന്നത് കളറിന് പറയുന്ന മറ്റൊരു പേരാണ്. റെഡ്, ബ്ലൂ, യെല്ലോ എന്ന പേരുകളെല്ലാം, അതായത് കളർ വീലിലെ നിറങ്ങളെല്ലാം ഹ്യൂവിന് ഉദാഹരണങ്ങളാണ്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വസ്തുവിൻ്റെ പ്രതലത്തിൻ്റെ അല്ലെങ്കിൽ സർഫസിൻ്റെ നിറം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ നിറത്തെയാണ് ഇവിടെ ഹ്യൂ അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ സൂര്യപ്രകാശം വന്ന് ഒരു ആപ്പിളിൽ പതിക്കുന്നു. ഇവിടെ ഈ ആപ്പിളിൻ്റെ സർഫസിൻ്റെ നിറം റെഡ് കളറാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിലെ റെഡ് കളറിനെ മാത്രം ഈ ആപ്പിളിൻ്റെ സർഫസ്
പ്രതിഫലിപ്പിക്കുന്നു, അതായത് റിഫ്ലക്റ്റ് ചെയ്യുകയും ബാക്കി നിറങ്ങളെയെല്ലാം അബ്സോർബ് ചെയ്യുന്നു, അതായത് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രതിഫലിപ്പിക്കുന്ന നിറം നമ്മുടെ കണ്ണിൽ പതിയുകയും നമുക്ക് ആപ്പിളിനെ റെഡ് കളറിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുവിൻ്റെ നിറത്തെയാണ് ഹ്യൂ അല്ലെങ്കിൽ വർണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ സൂര്യപ്രകാശം ഒരു പ്രതലത്തിൽ തട്ടുമ്പോൾ ആ പ്രതലത്തിൻ്റെ നിറം എന്താണോ ആ നിറത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുകയും ബാക്കി നിറങ്ങളെയെല്ലാം അബ്സോർബ് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ റെഡ് കളറിലുള്ള ഒരു ഒബ്ജക്റ്റ് സൂര്യപ്രകാശത്തിലെ റെഡ് നിറത്തെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യുകയും ബാക്കി നിറങ്ങളെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ വൈറ്റ് കളറിലുള്ള ഒബ്ജക്റ്റ് എല്ലാ നിറങ്ങളെയും റിഫ്ലക്റ്റ് ചെയ്യുന്നു. എല്ലാ നിറങ്ങളും ചേർന്നതാണ് വൈറ്റ് കളർ. അതിനാലാണ് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ വൈറ്റ് കളറിൽ കാണാൻ സാധിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഒബ്ജക്റ്റ് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്നു. ഇവിടെ അതിനാൽ നമുക്ക് ആബ്സെൻസ് ഓഫ് കളർ, അതായത് നിറങ്ങളുടെ അഭാവം, നിറങ്ങളില്ലാത്ത അവസ്ഥ, അതായത് ബ്ലാക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് വാല്യൂ നോക്കാം. വാല്യൂ അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് ഒരു നിറത്തിൽ ചേർക്കുന്ന വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ കളർ വീലിലെ നിറങ്ങളെ ഹ്യൂ എന്നും അതിലേക്ക് വൈറ്റ് കളർ ചേർക്കുമ്പോൾ അതിനെ ടിൻറ്റ് എന്നും ഗ്രേ ചേർക്കുമ്പോൾ ടോൺ എന്നും ബ്ലാക്ക് ചേർക്കുമ്പോൾ ഷെയ്ഡ് എന്നും പറയുന്നു. ഒരു നിറത്തിലേക്ക് വൈറ്റ് കളർ ചേർക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ്നെസ് കൂടുന്നു, മൂല്യം അല്ലെങ്കിൽ വാല്യൂ കൂടുന്നു, അതിൻ്റെ കാഠിന്യം കുറയുന്നു. അതുപോലെ തന്നെ ഒരു നിറത്തിലേക്ക് ബ്ലാക്ക് കളർ ചേർക്കുമ്പോൾ അതിൻ്റെ ഡാർക്ക്നെസ് കൂടുന്നു, കാഠിന്യം കൂടുന്നു, വാല്യൂ അല്ലെങ്കിൽ മൂല്യം കുറയുന്നു. ബ്ലാക്ക് കളർ ചേർക്കും തോറും പ്രകാശത്തിൻ്റെ അഭാവം, അതായത് പ്രകാശമില്ലാത്ത അവസ്ഥ കൂടി വരുന്നത് കൊണ്ടാണ് നിറത്തിൻ്റെ വാല്യൂ കുറയുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് ടിൻറ്റ്, ടോൺ, ഷെയ്ഡ് എന്നീ സ്കെയിലുകൾ കാണാം. ഒരു നിറത്തിൻ്റെ വാല്യൂ കൂടുമ്പോൾ, അതായത് വൈറ്റ് ചേർക്കുമ്പോൾ അതിനെ ടിൻറ്റ് എന്നും, വാല്യൂ കുറയുമ്പോൾ, അതായത് ബ്ലാക്ക് ചേർക്കുമ്പോൾ അതിനെ ഷെയ്ഡ് എന്നും, ഗ്രേ ചേർക്കുമ്പോൾ അതിനെ ടോൺ എന്നും പറയുന്നു. ഇനി അടുത്ത ഡയമെൻഷൻ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രതയാണ്. ഒരു നിറത്തിൻ്റെ ജ്വലനഭാവം അല്ലെങ്കിൽ തെളിഞ്ഞ ഭാവം, അതായത് ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ മങ്ങിയ ഭാവം അല്ലെങ്കിൽ വിളറിയ ഭാവം, അതായത് പെയിൽനെസ് ഓർ ഡൾനെസ് എന്നതാണ് ആ നിറത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ നിറങ്ങളെയെല്ലാം അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ മാക്സിമം തെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ നിറങ്ങളിലേക്ക് ഗ്രേ കളർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായി ഈ ചിത്രത്തിൽ കാണാം. ഒരു നിറത്തിലേക്ക് ഗ്രേ കളർ ചേർക്കും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നു. ഇവിടെ ചിത്രത്തിൽ മുകളിലുള്ള എല്ലാ നിറങ്ങളും അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയിലും താഴേക്ക് പോകുന്തോറും ഗ്രേ കളർ ചേർത്തിരിക്കുന്നതിനാൽ ഇൻറ്റൻസിറ്റി കുറയുന്നതായും കാണുന്നു. ഒരു ചിത്രത്തിൽ നിഴലുകൾ, അതായത് ഷാഡോസ്, അതേപോലെ തന്നെ മടക്കുകൾ, അതായത് ഫോൾഡുകളെല്ലാം ചിത്രീകരിക്കുന്നതിനായി ഇൻറ്റൻസിറ്റി കുറഞ്ഞ നിറങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കളർ വീലിൽ 12 നിറങ്ങളും കണ്ടിരുന്നു. ഈ കളർ വീലിൽ 12 നിറങ്ങളും ആ നിറങ്ങളുടെ മാക്സിമം ബ്രൈറ്റ്നെസ്സിലാണുള്ളത്. കാരണം ആ നിറങ്ങളിൽ വൈറ്റ് കളറോ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഗ്രേ കളറോ ആഡ് ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ ആ നിറങ്ങളെല്ലാം അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ്സിലാണുള്ളത്. അതുപോലെ തന്നെ കളർ വീലിലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള നിറങ്ങൾ, അതായത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള നിറങ്ങൾ തമ്മിൽ മിക്സ് ചെയ്താലും ഇൻറ്റൻസിറ്റി കുറയുന്നു. ഈ 3 ഡയമെൻഷനുകളെയും ഹ്യൂ, ഇൻറ്റൻസിറ്റി, വാല്യൂ എന്ന 3 ഡയമെൻഷനുകളെയും കണക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാല്യൂവിനെ സെൻറ്ററിലുള്ള ആക്സിസായും ഹ്യൂവിനെ വാല്യൂവിന് ചുറ്റുമുള്ള ഒരു സർക്കിളായും കണക്കാക്കുന്നു. ഇവിടെ വാല്യൂ ആക്സിസിനെയും ഹ്യൂ എന്ന സർക്കിളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ക്രോമ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഹ്യൂ എന്ന സർക്കിളിലെ നിറങ്ങളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അതേ പോയിന്റിൽ തന്നെ വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഇവിടെ റെഡ് കളറിൽ നിന്ന് തുടങ്ങി റെഡ് കളറിൽ വന്ന് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 360 ഡിഗ്രി, അതായത് 0 ഡിഗ്രി ടു 360 ഡിഗ്രി എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രിയാണ്. ഹ്യൂവിനെ ഒരു സർക്കിളിൽ അല്ലെങ്കിൽ ഒരു വൃത്തത്തിലാണ് ഉള്ളതെന്ന് കാണിക്കാനാണ് ഇവിടെ 360 ഡിഗ്രി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹ്യൂവിലെ നിറങ്ങൾ വാല്യൂ ആക്സിസിലെ വൈറ്റ് കളർ മുതൽ ബ്ലാക്ക് കളർ വരെയുള്ള നിറങ്ങളുമായി ചേർന്ന് വിവിധ ഇൻറ്റൻസിറ്റിയിലുള്ള അല്ലെങ്കിൽ വിവിധ തീവ്രതയിലുള്ള നിറങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഹ്യൂ സർക്കിളിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിറങ്ങൾക്ക് ഇൻറ്റൻസിറ്റി കൂടുതലും വാല്യൂ ആക്സിസിനോട് അടുക്കും തോറും ഇൻറ്റൻസിറ്റി കുറയുന്നതായും കാണാം. ഇത്തരത്തിൽ വാല്യൂ ആക്സിസിലെ വൈറ്റ് കളർ മുതൽ ബ്ലാക്ക് കളർ വരെയുള്ള എല്ലാ നിറങ്ങളും ഹ്യൂ സർക്കിളിലെ എല്ലാ നിറങ്ങളുമായി ചേർന്ന് വിവിധ ഇൻറ്റൻസിറ്റിയിലുള്ള നിറങ്ങളുണ്ടാകുന്നു. അതിനാലാണ് ഹ്യൂ, ഇൻറ്റൻസിറ്റി, വാല്യൂ എന്നിവയെ ഒരു നിറത്തിൻ്റെ 3 ഡയമെൻഷൻസ് ആയി കണക്കാക്കുന്നത്. ഒരു നിറത്തിൻ്റെ ഹ്യൂ, വാല്യൂ, ഇൻറ്റൻസിറ്റി എന്ന 3 ഡയമെൻഷൻസ് ഉൾക്കൊള്ളുന്ന സിസ്റ്റത്തെ പറയുന്ന പേരാണ്
മൺസെൽ കളർ സിസ്റ്റം. ആർട്ടിസ്റ്റും പ്രൊഫസറുമായ ആൽബർട്ട് ഹെൻറി മൺസെൽ എന്ന വ്യക്തിയാണ് ഈ കളർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഇവിടെ ഈ ചിത്രത്തിൽ വാല്യൂ ആക്സിസിലെ ഗ്രേ കളർ ഹ്യൂ സർക്കിളിലെ ഗ്രീൻ നിറവുമായി ചേർന്ന് വിവിധ ഇൻറ്റൻസിറ്റിയിലുള്ള ഗ്രീൻ കളറുകളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ ഗ്രീൻ കളർ ഹൈ ഇൻറ്റൻസിറ്റിയിലും വാല്യൂ ആക്സിസിനോട് അടുക്കുംതോറും ഇൻറ്റൻസിറ്റി, ക്രോമ അല്ലെങ്കിൽ സാച്ചുറേഷൻ കുറയുന്നു. ഈ വാല്യൂ ആക്സിസിനും ഹ്യൂ സർക്കിളിനും ഇടയിലുള്ള നിറങ്ങളുടെ ചെറിയ ബോക്സുകളെ പറയുന്നത് ചിപ്സ് എന്നാണ്. ഇവിടെ ഗ്രീൻ കളർ വാല്യൂ ആക്സിസിലെ ഗ്രേ കളറുമായി ചേർന്ന് വിവിധ ഇൻറ്റൻസിറ്റിയിലുള്ള കളർ ചിപ്സുകൾ ഫോം ചെയ്തതുപോലെ ഹ്യൂ സർക്കിളിലെ മറ്റെല്ലാ നിറങ്ങളും വാല്യൂ ആക്സിസിലെ വൈറ്റ് മുതൽ ബ്ലാക്ക് വരെയുള്ള നിറങ്ങളുമായി ചേർന്ന് വിവിധ ഇൻറ്റൻസിറ്റിയിലുള്ള കളർ ചിപ്സുകൾ ഫോം ചെയ്യുന്നു. ഇത് മൺസെൽ ഹ്യൂ സർക്കിളാണ്. അതായത് കളർ വീലിന് പകരമായി മൺസെൽ കളർ സിസ്റ്റത്തിലുള്ളത് മൺസെൽ ഹ്യൂ സർക്കിളാണ്. കളർ വീലിൽ 3 പ്രൈമറി നിറങ്ങളാണ് ഉള്ളതെങ്കിൽ ഇവിടെയുള്ളത് 5 നിറങ്ങളാണ്. ഇതിനെ പ്രിൻസിപ്പൽ ഹ്യൂസ് എന്നാണ് പറയുന്നത്. റെഡ്, പർപ്പിൾ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നിവയാണ് ഈ പ്രിൻസിപ്പൽ ഹ്യൂസ്. ഈ പ്രിൻസിപ്പൽ ഹ്യൂസിനെ മിക്സ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറങ്ങളെ ഇൻ്റർമീഡിയറ്റ് ഹ്യൂസ് എന്ന് പറയുന്നു. നമ്മൾ കളർ വീലിൽ യെല്ലോ ആൻഡ് റെഡ് മിക്സ് ചെയ്യുമ്പോൾ അതിനെ സെക്കൻഡറി കളറായ ഓറഞ്ച് എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ യെല്ലോ റെഡ് മിക്സ് ചെയ്യുമ്പോൾ അതിനെ യെല്ലോ റെഡ് എന്നാണ് പറയുന്നത്. റെഡ് പർപ്പിൾ, പർപ്പിൾ ബ്ലൂ, ബ്ലൂ ഗ്രീൻ, ഗ്രീൻ യെല്ലോ, യെല്ലോ റെഡ് എന്നിവയാണ് മൺസെൽ ഹ്യൂ സർക്കിളിലെ 5 ഇൻ്റർമീഡിയറ്റ് ഹ്യൂസ്. ഇതാണ് മൺസെൽ കളർ ട്രീ. അതായത് ഹ്യൂ സർക്കിളിലെ എല്ലാ നിറങ്ങളും വാല്യൂ ആക്സിസിലെ എല്ലാ നിറങ്ങളുമായി ചേർന്ന് വിവിധ ഇൻറ്റൻസിറ്റിയിലുള്ള കളർ ചിപ്സുകൾ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിനൊരു മരത്തിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ മൺസെൽ കളർ ട്രീ എന്ന് പറയുന്നത്. ഈ വിവിധ ഇൻറ്റൻസിറ്റിയിലുള്ള വിവിധ നിറങ്ങളിലുള്ള കളർ ചിപ്സുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ മൺസെൽ കളർ സ്പേസ് എന്ന് പറയുന്നു. ഇവിടെ വാല്യൂ ആക്സിസിലെ വൈറ്റ് കളർ ഹ്യൂവുമായി ചേർന്ന് ലൈറ്റ് കളേഴ്സും താഴേക്ക് പോകുന്നോറും വാല്യൂ ആക്സിസിലെ നിറങ്ങൾ ഹ്യൂവുമായി ചേർന്ന് ഡാർക്ക് കളേഴ്സും ഫോം ചെയ്യുന്നു. ഇതാണ് 3 ഡയമെൻഷൻസ് ഓഫ് മൺസെൽ കളർ സിസ്റ്റം അല്ലെങ്കിൽ 3 ഡയമെൻഷൻസ് ഓഫ് കളർ. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം, അതായത് ITയുടെ കീഴിൽ വരുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടെക്നോളജി ട്രേഡിലെയും ഡ്രസ് മേക്കിംഗ് ട്രേഡിലെയും PSC വിളിച്ചിരിക്കുന്ന എക്സാമുകളും GIFTയിലെ ഇൻസ്ട്രക്ടർ എക്സാമുകളും വിവിധ ഗവൺമെൻറ് വകുപ്പുകളിലെ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എക്സാമുകളും ഇംഗ്ലീഷിലാണ് ഉള്ളത്. കേട്ടറ്റ് എക്സാമുകളിലും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് കാണാം. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. കേട്ടറ്റ് കാറ്റഗറി ഫോർ സ്യൂയിങ്, UP ഹൈസ്കൂൾ സ്യൂയിങ് ടീച്ചർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്നീ ഗവൺമെൻറ് എക്സാമുകളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്